കോൺഗ്രസിനകത്ത് ഇനിയും പ്രശ്നങ്ങൾ മൂർച്ഛിക്കും. അതിൻ്റെ കാരണം ഇനിയും പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്നുള്ളതൊരു വസ്തുതയായിരുന്നു. ഒന്ന്, കോൺഗ്രസ് സ്വീകരിച്ചു വരുന്ന രാഷ്ട്രീയ നയം, അവർ സ്വീകരിച്ചു വരുന്ന ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം അവർ തിരുത്തി പോകാൻ നോക്കണം. ഇന്ന് ഇന്ത്യയിൽ എതിർക്കപ്പെടേണ്ടത് ഇടതുപക്ഷത്തെയല്ല, കേരളത്തിൽ എതിർക്കപ്പെടേണ്ടത് ഇടതുപക്ഷത്തെയല്ല, വലതുപക്ഷത്തെയാണ്, പ്രത്യേകിച്ച് BJP ആണ്. ആ ദൗത്യമല്ല കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അവർ കേരളത്തിൽ ഇടതുപക്ഷത്തെയാണ് മുഖ്യ ശത്രുവായി കണ്ട് എല്ലാ രംഗങ്ങളിലും ഇടതുപക്ഷത്തെ എതിർക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം അവർക്ക് വലിയ ദോഷം ഇനിയും ചെയ്യും. രണ്ടാമത്, കേരളം ഒരു സമഗ്ര വികസന വഴികളിലാണ്. കേരളത്തിൽ വലിയ പുരോഗതി ഉണ്ടാകുകയാണ്. ആ വികസനത്തോടൊപ്പം നിന്ന് സഹകരിച്ചു പോവുകയാണ് വേണ്ടത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ. കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നത് എല്ലാ വികസനങ്ങൾക്കും എതിരാണ്. കേരളയിൽ അവരെതിരാണ്. ഇപ്പോഴത്തെ ഹൈവേ അവരെതിരായി. കോവിഡ് കാലത്ത് പൈസ ഇല്ലാത്തത് കൊണ്ട് ഒരു സഹായത്തിന് ചോദിച്ചു ഗവൺമെൻറ് ജീവനക്കാരോട്. അവരുടെ ശമ്പളം കടമായി തരിക, ഒരു സറണ്ടർ, അവരുടെ ലീവ്, അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭ്യമാകുമ്പോൾ അവർ ഒരു 2 മാസത്തെ ശമ്പളം കേരള ഗവൺമെൻറ്റിന് ശമ്പളം വാങ്ങി കേരള ഗവൺമെൻറ്റിന് കടമായി തരിക. അതിനുവേണ്ടി ഒരു ഉത്തരവിറക്കി. സാലറി ചാലഞ്ച്. എന്താ കോൺഗ്രസ് ചെയ്തത്? അവരുടെ സംഘടനകളെ കൊണ്ട് നോട്ടീസ് അടിച്ച് കൊടുക്കരുത് പണം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായി പ്രചാരവര നടത്തിയില്ല. കേരളം മുരടിച്ചു നിൽക്കുന്നു. ഇവിടെ വലിയ പ്രശ്നങ്ങൾ, പ്രളയം, കോവിഡ് തുടങ്ങിയിട്ടുള്ള മഹാമാരി. ഈ സമയത്ത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ അഭ്യർത്ഥനയോടൊപ്പം നിൽക്കുന്നതിന് പകരം പരസ്യമായി അതിനെ എതിർത്തുകൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. ഈ രാജ്യത്തിൻ്റെ സാധാരണക്കാരായ ജനങ്ങൾ കോൺഗ്രസിനെതിരായില്ല. കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഏതിലെങ്കിലും വികസന കാര്യങ്ങളിൽ കോൺഗ്രസ് സഹകരിക്കുന്നുണ്ടോ? എല്ലാറ്റിനെയും തകർക്കാനും ദുർബലപ്പെടുത്താനുമല്ലേ? ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് നല്ല വാക്ക് പറയുന്നുണ്ടോ? വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടോ? എല്ലാ വികസന കാര്യങ്ങളിലും കേരളത്തിൻ്റെ വികസനത്തെ തകർക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങളുണ്ടാകും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, അവർ ഇടതുപക്ഷത്തെ എതിർക്കാൻ BJPയുമായിട്ടുള്ള സഹകരണാത്മകമായ നിലപാട്, BJPയുമായിട്ടുള്ള അവർ എടുത്തുകൊണ്ടിരിക്കുന്ന സഹകരണാത്മകമായ നടപടികൾ കോൺഗ്രസിനകത്ത് ഇനിയും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് BJP പ്രീണന നയം, വികസന വിരോധം, അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ സമഗ്ര പുരോഗതിക്കെതിരായിട്ടുള്ള നടപടികൾ, ഇതെല്ലാം കോൺഗ്രസിനെതിരായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് കോൺഗ്രസിനകത്ത് ചലനമുണ്ടാക്കും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിനകത്ത് അഭിപ്രായം ഉണ്ടാക്കും. കോൺഗ്രസിനകത്ത് തന്നെ ഇടതുപക്ഷത്തെയാണോ എതിർക്കേണ്ടത്, BJPയാണോ എതിർക്കേണ്ടത്? ചലനമുണ്ടാക്കും. ഈ ചലനങ്ങളെല്ലാം ഗ്രൂപ്പുകളായി വ്യത്യസ്ത വേദികളായി രൂപപ്പെട്ട് ഇനിയും കോൺഗ്രസിനകത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും.